ജഡായിപ്പാറയിൽ കേബിൾ കാർ ഇത്ര ദൂരെ വന്നിട്ട് നമ്മൾ ജഡായിപ്പാറ ഇതിൻ്റെ അടുത്തൂടെ പോയിട്ട് നമ്മൾ ജഡായിപ്പാറ കയറിയില്ലെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ ഇത് 6 പേർക്ക് 2000 രൂപ നടന്ന് കയറി പോകുന്നതിന്. നോക്കാം. അങ്ങനെയാ അല്ല 1950 രൂപ. മൊത്തം 695 രൂപ പഠിക്കാനുണ്ടോ? അതിനിപ്പം 486 486 പടിയായി. മൊത്തം 695 പടി. 10 മിനിറ്റ് 10 നിമിഷം 15 minutes it will take. Slow, but above nothing that much. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. 10 മിനിറ്റും കൂടി 10-15 മിനിറ്റിനകത്ത് മുകളിലെത്താൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. നമ്മളിതുവരെയും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഇപ്പം കൂടെ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് കയറി വരാൻ പറ്റുന്നില്ല, തളർന്നു. അപ്പം അങ്ങനെ അവിടെ സ്റ്റെപ്പിൽ കയറി ഇരിക്കുകയാണ്. കയറി വാ, കം 150 മീറ്റർ കൂടിയേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അത് നോക്കാം. കൈത്തി ഇനി പടിയില്ല. ഈ ഇത്ര സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോപ്പ്, കാരണം ചെരിഞ്ഞ സ്ഥലം, നടന്നു കയറി പോകാൻ പറ്റും. നമ്മുടെ റോഡാണ് ഈ താഴെ കാണുന്നത്, കണ്ടോ? താഴെ വണ്ടിയൊക്കെ പോകുന്നതാണ് താഴെ പോകുന്നത്. പക്ഷേ അത് കറങ്ങി വരുമ്പോൾ ഇങ്ങനെ കറങ്ങി കുറച്ച് അകത്തോട്ട് വരാനുണ്ട്. ഇവിടെ ഒരു ചെറിയ ഷെഡ് പോലെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാം കുറച്ച്. കൊള്ളാം. അവിടെ ചെറിയ കുളം പോലെ കണ്ടോ, അവിടെ ചെറിയൊരു കുളം പോലെ കണ്ടോ, അവിടെ ഒരു കുളം പോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ, ആ സൈഡിൽ കണ്ടോ, ആ പാറയുടെ അവിടെ. ആൾക്കാർക്ക് പിടിച്ച് കയറിപ്പോവാം. കമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പ്, പാറയുടെ നല്ല പച്ചപ്പ് സ്ഥലങ്ങൾ. കൊള്ളാം. കേബിൾ കാർ ഇതിൻ്റെ മണ്ടയിൽ കൂടിയാണ് പോകുന്നത്. അതിൻ്റെ കേബിൾ കണ്ടു, അത് കണ്ട അവിടെ. വേണ്ട മുകളിൽ കേബിൾ കാർ കണ്ടോ, 4 എണ്ണം, 4 കേബിൾ കാർ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചിറങ്ങി പോകുന്നതാണെന്ന് തോന്നുന്നില്ലേ? അതെ, എവിടെയാണെന്നുള്ള അറിഞ്ഞൂടാ, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളിവിടെ ജഡായിപ്പാറയിൽ നമ്മൾ വരുന്നത്. എന്തായാലും ചാർജ് ശകലം കൂടുതലാണ് ഇവർ വാങ്ങുന്നത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശകലം പൈസ ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് കൂടുതലായിട്ട് കയറി കാണാൻ പറ്റുള്ളൂ. കുറേ പേരൊക്കെ താഴെ വന്നു കഴിയുമ്പോൾ നിരാശപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി കണ്ടിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് പൈസ ഇളവ് ഇത്രയും ഈ 300 സംതിങ് എന്നുള്ളത് ഒരു 100 രൂപയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി ആൾക്കാർ ഇതിനകത്തോട്ട് കയറി വരുമെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? സാധാരണപ്പെട്ട ഒരാൾക്ക് തീർച്ചയായും ഒരു സാധാരണപ്പെട്ട ഒരു ആൾക്കാർക്ക് ഇതിനകത്ത് കയറി വരാൻ പറ്റും. അവർ കൂലിപ്പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു 200, 200, 300, 500 രൂപയൊക്കെ ആയിരിക്കും ഒരു ദിവസം അവർ ജോലി ചെയ്ത് കിട്ടുന്നത്. പിന്നെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1000 രൂപ ശമ്പളം കാണും. പക്ഷെ അത് അവരുടെ ചിലവ് എല്ലാം പോയി കഴിയുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. അപ്പം നിങ്ങളത് 4 പേര് 6 പേരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പം എല്ലാവർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ നിങ്ങൾ ശകലം അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് ടിക്കറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ
കാണും അല്ലേ? കാണത്തില്ലേ? അതെ അതെ